ബൈബിൾ പറയുന്നു, പരിജ്ഞാനമില്ലാത്തത് കൊണ്ട്, അറിവില്ലാത്തത് കൊണ്ട് എൻ്റെ ജനം നശിച്ചു പോകുന്നു. The Bible says, for lack of vision my people perish, because they don't know my people perish. That's what the Bible says. ഈ യേശു ക്രൂശിൽ ചെയ്ത കാര്യങ്ങൾ, പുതിയ നിയമസഭയ്ക്ക് മുമ്പിൽ തുറക്കപ്പെട്ട കാര്യങ്ങൾ, നമുക്കത് അടഞ്ഞു തന്നെ കിടക്കുകയാണെങ്കിൽ, അത് നമുക്ക് മുന്നിൽ അത് ഓപ്പൺ ആയില്ല എങ്കിൽ അതിനെ അറിവുകേടിൻ്റെ മേഖലയായിട്ട് കാണുന്നു. അറിവുകേട് ബൈബിളിൻ്റെ ഭാഷയിൽ ഇരുട്ട് എന്നാണ് മറ്റൊരർത്ഥം. നമുക്കൊരു കാര്യത്തെക്കുറിച്ച് അറിയത്തില്ല എങ്കിൽ അതിനെ ഇരുട്ടായിട്ടാണ് ബൈബിൾ പരിഗണിക്കുന്നത്. അങ്ങനെ ഇരുട്ടാണെങ്കിൽ ആ ഇരുട്ടിൻ്റെ മേഖലയിൽ മാത്രമേ പിശാചിന് നിങ്ങളുടെ മേൽ സ്വാധീനമെടുക്കാൻ സാധ്യമുള്ളൂ. If Jesus did something on the cross and you don't have a revelation about it, and that is the place where darkness will take hold on you, and where there is lack of light, the devil has a free play in that place. And this is what the Bible says: if you are ignorant of what Jesus did on the cross, there will be room for the devil to have a free reign in your life. എന്നുവെച്ചാൽ നിന്റെ അറിവുകേടിൻ്റെ മേഖലയിൽ മാത്രമേ സാത്താന് ചലിക്കാൻ കഴിയത്തുള്ളൂ. The devil is only capable of working in a place where you don't know what Jesus did for you. നിനക്ക് ആ വിഷയത്തിൽ അറിവുണ്ടെന്ന് എങ്ങനെ മനസ്സിലാകും? ആ വിഷയത്തിൽ നിനക്കുള്ള സ്വാതന്ത്ര്യമാണ്, അതിനുമേലുള്ള ജയമാണ് ആ മേഖലയിൽ ദൈവം നിനക്ക് പ്രകാശനം തന്നു എന്നതിൻ്റെ അടയാളം. What is the sign that you can know that you have a revelation of it? It is the place wherever you have revelation, there you will have victory, and there you will have freedom, and you will live freely before God. If you don't, that means you are bound and you are ignorant of what Jesus did for you. ഇതിനകത്ത് നമ്മുടെ കൂട്ടത്തിൽ ഒത്തിരി യോഗങ്ങൾ വേണ്ടുന്നതും വേണ്ടാത്തതുമായ എല്ലാ യോഗങ്ങളും പങ്കെടുക്കുന്നവരായതുകൊണ്ട് എല്ലാത്തിലും ഇച്ചിരി സാധനങ്ങൾ അറിയാം. അതുകൊണ്ട് തന്നെ എല്ലാ വിഷയത്തിലും നമ്മൾ കുഴഞ്ഞു കിടക്കുകയാണ്. Because we don't have complete knowledge or deep knowledge about the things of God, we know a little here and a little there. Because of our little knowledge, we are often bound and find ourselves in knots. അറിവുകേടിന്റെ മറ്റൊരു പേരാണ് ഇരുട്ട് എന്നത്. Another word for ignorance is darkness. ഒന്നുകൂടെ പറഞ്ഞ എല്ലാവരോടും ചേർന്ന് പറ, അറിവുകേടിന്റെ മറ്റൊരു പേരാണ് ഇരുട്ട്. Another word for ignorance is darkness. ഇരുട്ടിൽ മാത്രമേ പിശാചിന്, ഇരുട്ടെന്ന് പറഞ്ഞാൽ ഈ രാത്രിയിലെ ഇരുട്ടിനെ അല്ല ഞാൻ പറയുന്നത്, നിന്റെ അറിവുകേടാണ്. അന്നേരം ആ മേഖലയിൽ മാത്രമേ പിശാചിന് നിന്നെ ബന്ധിക്കാൻ, നിന്നെ വെരുട്ടാൻ, ഭയപ്പെടുത്താൻ സാധ്യമുള്ളൂ. It is only possible for the devil to bind you or to frighten you or hold you in ransom in the place of where you don't know, where you are ignorant. നിന്റെ ബൈബിളിനകത്തെ ഒരു സത്യം നിന്റെ മുമ്പിൽ വിശാലമായി തുറന്നു, അതിനകത്ത് നിനക്കൊരു സ്വാതന്ത്ര്യം വന്നു, അതിനുമേലൊരു ജയം വന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ മേഖലയിൽ പിന്നെ നിന്നെ പിശാചിന് വെരുട്ടാൻ തൊടാൻ സാധ്യമല്ല എന്നാണ്. If you receive the truth of God in an area of your life, and if light shines through, you will once taste the victory in that area, and never again will you falter in that realm. എൻ്റെ കൂടെ അത് സമ്മതിക്കുന്ന ഒരു ആമേൻ പറഞ്ഞാണ്. Those who believe and agree can say amen. നിന്റെ ആരോഗ്യം, നിന്റെ സൗഖ്യം, ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. This is a gift of God that you have wealth, the health and wellness. നിന്റെ സമൃദ്ധി ദൈവത്തിൻ്റെ ദാനമാണ്. Your prosperity is God's blessing to you. നിന്നെ ആ മേഖലയിൽ നിനക്ക് വെളിച്ചം ഉണ്ടായാൽ, അതിനകത്ത് സ്വാതന്ത്ര്യം വരും. ആ സ്വാതന്ത്ര്യം നടന്നാൽ പിന്നെ നിന്നെ അതിനകത്ത് തളയ്ക്കാൻ സാധ്യമല്ല. If you receive revelation in the area of wellness and prosperity, then never again will the devil ever be able to defeat you in that area. ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് നിങ്ങൾ കേട്ടതായിരിക്കും, ഒന്നുകൂടെ കേൾക്കുക മാത്രമല്ല, ഇന്നത്തെ ഇതിനകത്ത് കർത്താവിൻ്റെ ആ വെളിച്ചം നിന്റെ ഇരുളടഞ്ഞ മേഖലകളിൽ നിത്യമായി നിന്ന് പ്രകാശിക്കാൻ, പിശാചിനായ ആ മേഖലയിലേക്ക് എൻട്രൻസ് ഇല്ലാത്ത വിധത്തിൽ പ്രകാശിപ്പാൻ കർത്താവ് സഹായിക്കണം. Whether you know it or not, today in this area you're going to receive light
and enter into a freedom and victory as you've never before experienced. ഒരിക്കൽ ഇയ്യോബ് പറഞ്ഞു, ദൈവം ഈ വീട്ടിനകത്ത് വലിയ കഷ്ടതയും തകർച്ചയും നടക്കുമ്പോൾ ഇയ്യോബ് പറഞ്ഞു, ദൈവം തന്നു, ദൈവം എടുത്തുകൊണ്ടിരിക്കുകയാണ്. Job experienced immense disaster in his life, and out of the anguish of his soul he said, the Lord giveth and the Lord taketh കൂടുതൽ away. ആളുകളും ഈ ദുഃഖത്തിനും കഷ്ടതയ്ക്കും കയറി ഞാലുന്ന ആളാണ് ഈ ഇയ്യോബ്. And Job is a type of a person like many who go through great trouble and anguish in their life. ഞാൻ ഇയ്യോബ് പറഞ്ഞതിനോട് പിണങ്ങി നിൽക്കുന്നയാളാണ്. But I have a contrary opinion to what Job had to say about trouble. ഇയ്യോബിന്റെ ആ കമന്റിനോട് എനിക്ക് എതിരാണ്. I am against that comment that Job made about trouble. കാരണം ബൈബിള് പറയുന്നു, ദൈവം എബ്രായ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യത്തിൽ ദൈവം പണ്ട്, എല്ലാവരോടും പറഞ്ഞിട്ട് പണ്ട്, ഉറക്കെ പറ, പണ്ട്, ദൈവം പണ്ട് ഭാഗവും വിവിധവുമായിട്ടാണ് ഇടപെട്ടത്. എന്നാൽ ഇപ്പോൾ പുത്രൻ നിമിത്തം പിക്ചർ ഫുൾ ക്ലിയർ ആക്കിയേക്കുകയാണ്. പണ്ടത്തെ കഥ കൊണ്ടുവന്നുകൊണ്ട് പുത്രന്റെ പദ്ധതി ഇതാണെന്ന് സ്ഥാപിക്കാൻ നോക്കരുത്. ഇത് പുത്രന്റെ പദ്ധതി അല്ല. Yes, I want to say, according to Hebrews chapter 1 and verse 1, long ago at many times in many ways God spoke to our fathers by the prophet, but in these days he has spoken to us by his son whom he appointed as heir to all things. 3.5 വർഷത്തെ പുത്രന്റെ ശുശ്രൂഷയിൽ ഒരു ആരോഗ്യമുള്ളവനെ രോഗിയാക്കിയില്ല, ഒരു സമൃദ്ധിയിൽ നിന്നവനെയും ദരിദ്രനാക്കിയില്ല. കാരണം പുത്രൻ പിക്ചർ ക്ലിയർ ആക്കാൻ വന്നയാളാണ്. In the 3.5 years of ministry of Jesus, not even once did he make the healthy person sick or a rich person poor. That Jesus came to make clear what God has revealed, what he had in mind. ഇയ്യോബിനേക്കാൾ കൂടുതൽ പിതാവിനെ അറിയാവുന്നയാള് പുത്രനാണ്. The one who knows God more than Job ever knew is the Son of God. ഇയ്യോബിനേക്കാൾ കൂടുതൽ ഫേസ് ടു ഫേസ് ഇരുന്നിട്ട് വന്നയാള് പുത്രനാണ്. The Son had a face to face communion with the Father more than Job ever did. പിതാവിന്റെ ഹിതം വെളിപ്പെടുത്തുവാൻ വന്ന പുത്രൻ ഒഴിഞ്ഞ പടക നിറച്ച്, കാലിയായ കൽപാത്രങ്ങളെ നിറച്ച്, മാളിക മുറി നിറച്ച്, എന്തൊക്കെ ഒഴിവുള്ളത് കിട്ടിയോ അതിനെല്ലാം നിറച്ചോണ്ട് ദൈവം തന്നത് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിറങ്ങി എന്നല്ല ബൈബിള് പറയുന്നത്. ഒഴിഞ്ഞതിനെ നിറച്ച് സ്വർഗത്തിന്റെ പിക്ചറിനെ ക്ലിയർ ആക്കി. Yes, Jesus came. He filled up empty boats with a breaking load of fish. He filled up with the clay jars full of wine. Wherever he saw sickness, he brought in health. He brought a clear picture about the Father's will regarding his people. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇയ്യോബ് പറയുന്നതിനേക്കാൾ പുത്രന്റെ 3.5 വർഷത്തെ ചെയ്താണ് എനിക്ക് താല്പര്യം. More than what Job ever believed, I believe more in the picture that Jesus showed in his 3.5-year ministry. 3.5 വർഷത്തെ പുത്രന്റെ ആ പ്രവൃത്തിയിൽ എന്തൊക്കെയാണോ ഭൂമിയിൽ ചെയ്തത് അത് പിതാവിന്റെ ഇഷ്ടം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിനകത്ത് സകല രോഗിയെയും സൗഖ്യമാക്കി, സകലമേലും ആ സ്വസ്ഥ ദൈവിക സമാധാനത്തെ വെച്ചു, ഒഴിഞ്ഞ പടകുകളെ നിറച്ചോണ്ട് പിതാവിന്റെ പദ്ധതി ഇതാണെന്ന് ഭൂമിയിൽ തെളിയിച്ചു. Jesus forever made it extremely clear what was the Father's will in those 3.5-year ministry. He filled up boatloads of fish. He healed those who were sick. He prospered those who were poor, and that he made clear is only the will of the Father. ദൈവം പണ്ട് എന്ന് വെച്ചാൽ ഇയ്യോബിന്റെ സമയത്ത് ആ പണ്ടിന്റെ സമയമാണ് എന്ന് വെച്ചാൽ കഥ പിക്ചർ മൊത്തം കിട്ടിയിട്ടില്ല, ഭാഗം മൊത്തം വന്നിട്ടില്ല. ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ അതിൻ്റെ സൈഡ് മാത്രം കണ്ടുകൊണ്ട് മൊത്തം അഭിപ്രായം പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഈ സൈഡ് കണ്ട ഇയ്യോബ് പറഞ്ഞു, ദൈവം തന്നത് ദൈവം എടുക്കുകയാണ്. പക്ഷേ ഇയ്യോബിനോട് പറയാനുള്ള, ദൈവം തന്നത് ദൈവം അല്ല എടുത്തത്, ദൈവം തന്നത് പിശാച് എടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഇന്ന് പകലിൽ ഇതിനകത്ത് ഇരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത് ഈ കഥയിലെ പിക്ചർ ക്ലിയർ ആക്കിയ ആൾ പുത്രനാണ്.
അതിനെ മാത്രം ഫോളോ ചെയ്യുക. ഇടയ്ക്കുന്നുള്ള ഒരു സന്ദേശത്തെയും പിടിക്കാതിരിക്കുക. Yes, in a long ago time, whereas in Job's time, they didn't have a full picture about God. When Jesus came, he made the picture of God extremely clear. He was very clear that Jesus came only to heal the sick and to prosper those who are poor. Even now, if you believe it, that picture will be clear to you. Never again do you need to think about any other ignorant lie. ഇനി അടുത്തത്, ഇയ്യോബിനെ വിടാൻ താല്പര്യമില്ലാത്തവർ ഇതുകൂടെ കേൾക്കുക. Listen to one more thing about what you cannot accept about Job. ഇയ്യോബിന്റെ കഷ്ടത എത്ര നാളായിരുന്നെന്നറിയാം? How many days was Job actually under suffering? Do you know? 140 വർഷം ജീവിച്ച ആ മനുഷ്യൻ This Job actually lived 140 years. വെറും 9 മാസം മാത്രമേ ഈ പറഞ്ഞ കഷ്ടത്തിലൂടെ പോയിട്ടുള്ളൂ. And all the trouble that Job ever went through only lasted 9 months. ഒന്നുകൂടെ പറയാം. Once more. 140 വർഷം ജീവിച്ചിരുന്നു. 140-year Job's life. 9 മാസം മാത്രം കഷ്ടത. All the trouble he had lasted only 9 months. നമ്മൾ 80 വർഷത്തേക്കാണ് ഈ 9 മാസത്തെ എടുത്ത് വീതിച്ചെടുക്കുന്നത്. And we are expanded like an accordion. 9 months of suffering over our 80-year lifespan. നിങ്ങൾക്ക് ആ ഏരിയയിൽ എവിടെ വെളിച്ചം അടിക്കുന്നോ അവിടെ മാത്രമേ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ, പിശാചിന് പ്രവർത്തിക്കാതെ ഇരിക്കാനും പറ്റത്തുള്ളൂ. It's only how much you know about God that God can act in your life, and that is the same place where you can prevent the devil from acting as well. ഇയ്യോബിനെ പിടിക്കുന്നവർ 9 മാസത്തിൽ കൂടുതൽ ഒരു പ്രശ്നത്തെയും തൊടാൻ സമ്മതിക്കരുത്. Those who hold on to Job, let me remind you, never again can you permit trouble to last beyond 9 months. Let me tell you. അടുത്ത കുഴപ്പം 9 മാസം കഴിയുമ്പോൾ നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായിട്ട് എടുക്കുകയും ചെയ്തു. And if you are troubled for 9 months, you should take back in double measure whatever you lost. Amen. ഒന്നുകൂടെ ഞാൻ പറയാം. അതിന്റെ എല്ലാവരും അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് കയ്യിലൊന്ന് പിടിച്ചിട്ടോ പ്രഖ്യാപിച്ചാട്ടോ, ഇരട്ടിയായിട്ട് പോയതിനെ മുഴുവൻ ഇരട്ടിയായിട്ട് ഇയ്യോബ് എടുത്തെന്ന് പറ. Take your neighbor's hand and say, neighbor, double, double, double. I'm getting back double. Hold the hand of your neighbor and say, I'm taking back double. പോയതിനെ മുഴുവൻ അദ്ദേഹം ഇരട്ടിയായിട്ട് എടുത്തു. Everything I lost, I am taking back double. 140 വർഷത്തിൽ 9 മാസം. 140 years life, 9 months is such a അതിനെ small എങ്ങനെ ഹരിച്ചാലും ഗുണിച്ചാലും 80 നിൽക്കുന്ന 100 നിൽക്കുന്ന ഒരാൾക്ക് പിന്നെയും മാസത്തിന്റെ കാലാവധി കുറയണം. And if you are going to live only 80 years, the 9-month count should be even lesser. ഇന്ന് പകലിൽ This morning, ഈ ഏത് മേഖലയിൽ നിനക്ക് വെളിച്ചം അടിക്കുന്നോ, whichever area in your life you are receiving a revelation and light. ഞാൻ പറയുന്നത് ഏത് മേഖലയിൽ നിന്ന് പ്രസംഗിച്ചെന്നോ ഒന്ന് കേട്ടെന്നോ അല്ല, ഏത് മേഖലയിൽ നിനക്ക് വെളിച്ചം ഉണ്ടാകുന്നു ആ മേഖലയിൽ നിനക്കൊരു സ്വാതന്ത്ര്യം വെളിപ്പെടും. In whichever area of life you are troubled, I don't care what area it is, wherever you receive that light, in that area you will be free. ഏത് ഏരിയയിൽ സ്വാതന്ത്ര്യം വരുന്നോ ആ ഏരിയയിൽ നിനക്ക് ജയിക്കാൻ പറ്റും. Wherever you receive freedom, in that area you will have the victory. ഞാൻ ഇതിനകത്തിരിക്കുന്ന ജനത്തോട് പറയുന്നത് കടഭാരവും ദാരിദ്ര്യവും ദൈവത്തിന്റെ പദ്ധതിയല്ല. I want to tell you, debt and poverty is not the will of God. അതിന് പിന്നിൽ ദൈവത്തിന്റെ കരമില്ല. That God is not behind your poverty or your debt at all. എന്റെ കൂടെ സമ്മതിക്കുന്നവർ മാത്രം സ്തുതിച്ചാൽ മതി, അല്ലാത്തവർ നിശബ്ദമായിരിക്കും. Raise up your hand and say amen. ദൈവത്തിന് ദൈവരാജ്യത്തിനായിട്ട് ദൈവസഭകൾക്കായി ദൈവം നിന്റെ കയ്യിൽ സമ്പത്തിനെ ഏൽപ്പിക്കുന്ന ദൈവമാണ്. God is a God who will give liberally wealth for the work of his kingdom. എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും പൊളിഞ്ഞു പോകട്ടെ. Every lack and every comment will go away in the name of Jesus. ഇത് ധാരാളമായി തരുന്ന ഇടമാണ്. This is a place of abundance of distribution. ഇത് ഈ ബൈബിൾ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? Do you believe in the Bible? ഈ പുസ്തകം സമ്പത്തിനെ കുറിച്ച് എന്തു പറയുന്നു എന്നത് നിങ്ങൾ What വിശ്വസിക്കുന്നു? does this word say about prosperity? വിശ്വസിക്കുന്നുവോ? Do you believe
believe in what the Bible അങ്ങനെ says, അതിനകത്ത് നിനക്ക് വെളിച്ചം ഉണ്ടാകാൻ പോകുകയാണ്. you're going to receive light about your freedom in എവിടെ finances. ഫ്രീഡം ഉണ്ടാകുന്നു അവിടെ നിനക്ക് ജയം ഉണ്ടാകും. Wherever there is light, you will have liberty and victory. ഫ്രീഡം ഇത് എനിക്കിതിനെ കുറിച്ച് അറിയാം. ചിലർ പറയുന്നത് എനിക്ക് ഇതിനെ കുറിച്ച് അറിയാമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സ്വാതന്ത്ര്യം ഉണ്ടാവണം. If you say സ്വാതന്ത്ര്യം I know ഉണ്ടായാൽ about it, വാഴാൻ പറ്റും. you അല്ല are- അർത്ഥം ഈ സാധനം നിനക്ക് ഇൻഫർമേഷൻ മാത്രമായിരുന്നു. yes, ചുമ്മാ ഒന്ന് കേട്ടുപോയത് മാത്രമല്ല, ഇത് വെളിപ്പാടായില്ല. തലയിൽ നിനക്ക് ഇത് കയറിയിട്ടില്ല, ഹൃദയത്തിൽ ഇത് പ്രകാശിച്ചിട്ടില്ല. ഇതെപ്പോൾ പ്രകാശിച്ചോ പിന്നെ നിന്നെ ആ ഇരുട്ടിനകത്ത് മാത്രം പ്രവർത്തിക്കുന്ന പിശാച് പിന്നെ നിന്നെ ആ വിഷയത്തിൽ തളയ്ക്കാൻ സാധ്യമല്ല. ഞാൻ ഇന്ന് പകലിൽ ഇതിനകത്ത് ഒത്തിരി പേരുടെ മേൽ സാമ്പത്തിക ഫ്രീഡത്തെ, ജയത്തെ ദൈവം കൽപ്പിക്കാൻ പോകുകയാണ്. it's not enough to just know about it. You want to go to a place where there is understanding. If you receive that revelation, you will have freedom, and never again do you need to walk in lack. You will be free and you will be abundant. Amen. ഒന്ന് പ്രാർത്ഥിച്ചേ. ഇത് എനിക്ക് ഈ ദിവസങ്ങളിൽ എനിക്ക് മനസ്സിലാകുന്ന ഈ പൗലോസ് ഇത് പറയുമ്പോൾ ചിലർക്ക് വലിയ അസ്വസ്ഥത ഉണ്ടാകുന്നവർക്ക് നല്ല പോലെ ഉണ്ടാകട്ടെ. അതിനുവേണ്ടിയാണ് വീണ്ടും ഇതിപ്പോൾ ലൈവ് കൂടെ വെച്ചുകൊണ്ടാണ് പറയുന്നത്. സാധാരണ ഇവിടെ ലൈവ് ഇല്ല, ഇത് കുത്താൻ വേണ്ടി ഞാൻ ലൈവ് എടുപ്പിച്ചതാണ്. You know, when people say about Paul and they think Paul is contrary to this, I want to say there is something else about Paul which I want to reveal about it. പൗലോസ് സാമ്പത്തിക വിഷയം പറയുമ്പോൾ, when Paul was talking about finances and prosperity, ധൈര്യത്തിന്റെ കൂടുതൽ, there is boldness in Paul about it. സാമ്പത്തികമായിട്ട് അനുഗ്രഹിക്കുമെന്ന് പറയുമ്പോൾ, when Paul says you'll be blessed in everything, ആ വിഷയത്തിൽ ഉദാഹരണമായി കൊണ്ടുവരുന്നത്, and Paul brings an example about that blessing, യേശുവിന്റെ ക്രൂശിനെ, he's talking about the cross of Jesus, ക്രൂശിലെ യാഗത്തെ, he's talking about the sacrifice of the cross. സഭയോട് പറയുകയാണ്, he's telling to the church, നമ്മുടെ കർത്താവായ യേശു സമ്പന്നനായിരുന്നിട്ടും അവൻ ദരിദ്രനായ ക്രൂശിലെ ആ കൃപയെ നിങ്ങൾ നോക്കണം. അത് നിങ്ങൾ സമ്പന്നരാകാൻ അവൻ ദരിദ്രനായെന്ന് ഉദാഹരണമായി എടുത്തത് യേശുവിന്റെ ക്രൂശ് തന്നെ. He took the cross of Jesus and said, he who was rich became poor so that you who are poor will become rich. The example Paul chose about prosperity was Jesus himself. അവൻ സമ്പന്നനായിരുന്നിട്ടും, he was so rich, അവന്റെ ദാരിദ്ര്യത്താൽ, because of his poverty, നിങ്ങൾ സമ്പന്നരാകാൻ, you will become rich instead. 2 കൊരിന്ത്യർ 8:9 ആണ് ഞാൻ പറയുന്നത്. 2 Corinthians chapter 8 and verse 9 is what I am നിങ്ങൾ quoting. സമ്പന്നരാകാൻ, so that you will become ഒന്ന് rich. പറഞ്ഞാട്ട്, വാ തുറന്ന് പറഞ്ഞാട്ട്, Open your ഞാൻ mouth and സമ്പന്നരാകാൻ. ഇതിനകത്ത് പറയുന്നതിനകത്ത് മടിയുള്ളവർ പറയണ്ട. If you don't like it, don't say, but you say through his poverty might be rich. ഞാൻ ബൈബിളിലെ വചനമാണ് പറയുന്നത്. This is the word of God I am quoting here. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായ കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. You know the grace of Allah. സാമ്പത്തിക വിഷയം പറയാൻ അവൻ ക്രൂശീകരണത്തെ തന്നെ കൊണ്ടുവന്നേക്കുകയാണ്. He brought the example of the cross itself to talk to you about you can be rich. ഈ അതിനകത്ത് ആ വാക്കിനെ നിങ്ങൾ വിശ്വസിക്കുന്നു, നിങ്ങൾ സമ്പന്നരാകാൻ. Do you believe in that word that you may be rich? അത് വിശ്വസിക്കുന്നു ആ വാക്ക്. Do you believe in that word that you may be rich? നിന്റെ തലയിൽ ഈ നമ്മൾ ജനിച്ചപ്പോൾ കിട്ടിയ മെസ്സേജുകൾ, സാഹചര്യത്തിലൂടെ കിട്ടിയത്, വളർന്നപ്പോൾ കിട്ടിയത്, ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റിന്റെ തിയോളജിയും തിയറി ഇങ്ങനെ തല കയറിയൊക്കെയാണ് നമ്മുടെ തലയിൽ. From when you were born, what you were taught in school or what you learned from the atmosphere is all about compromise and lack and not having enough. അവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്ത്, ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്ത്, അപ്പുറത്തുനിന്ന് അഡ്ജസ്റ്റ് ചെയ്ത്, ഇപ്പുറത്തുനിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിതം കഴിച്ചു പോകുന്ന സംവിധാനത്തെ നമ്മൾ എന്തുകൊണ്ടോ അനുവദിച്ചു കൊടുത്തേക്കുകയാണ്. And we have allowed a reality where there is not enough, where you manage, borrow from here and stretch from there, and you have allowed it into your spirit. ഇതിനകത്ത് വെളിച്ചം ഉണ്ടാവണം. Let there be light this morning. വെളിച്ചം ഉണ്ടായാൽ അതിനകത്ത് സ്വാതന്ത്ര്യം വെളിപ്പെടും. സ്വാതന്ത്ര്യം വന്നാൽ അതിനകത്ത് നിനക്ക് വാഴുന്നവനായിട്ട് മാറാം. If there is light,
Where there is light, there'll be freedom. And if you receive that freedom, you will reign and rule in that area. എന്റെ കൂടെ ഇത് സമ്മതിക്കുന്നവർ മാത്രം കർത്താവിനെ ഒരു മിനിറ്റ് ഒന്ന് സ്തോത്രം ചെയ്തു. If you believe in what I'm saying, come on, clap your hands and make some noise. സത്യത്തിൽ ഞാൻ വേറൊരു കാര്യം പറയാനാണ്, സ്വർലോകങ്ങളെ വാഴ്ചയെന്ന് പറഞ്ഞ് പറയാനാണ് വന്നതെങ്കിലും ഇങ്ങനെ തിരിഞ്ഞു പോയത് കൊണ്ട് ഇത് തന്നെ പറയുക. കാരണം ഇതിനകത്ത് അസ്വസ്ഥതയുള്ളവരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. Though I came to speak about reigning in heavenly places, because I spoke about this, I think there is a need for me to reiterate this point. ഈ ബൈബിളിൻ്റെ ഒരു വചനം ഞാൻ പറയാം, ഒരു പ്രധാന ഒരു പ്രോമിസ്. ഈ ദിവസങ്ങളിൽ ഇതൊക്കെ കത്തി വന്ന്, എന്നെ സ്നേഹിക്കുന്നവർക്ക് ഞാൻ വസ്തുവക കൊടുക്കും. Yes, this word has been catching fire in my soul. Those who love me, I will give them riches and inheritance. ആ വാക്യം വിശ്വസിക്കുന്നു. Do you believe in that word? ശരിക്കും ബൈബിൾ വിശ്വസിക്കുന്നു. Do you really believe in the word of God? Amen. എന്നെ സ്നേഹിക്കുന്നവർക്ക് ഉള്ളതുകൂടെ നഷ്ടപ്പെട്ട് ബോട്ടും തകർന്ന് മീനും പോയി കടവും കയറി തകർന്ന് തരിപ്പണമായി ഒരു കയറും എടുത്തുകൊണ്ട് പോകുമെന്നല്ല ബൈബിൾ പറയുന്നത്. The Bible does not say that if you, because you believe in me, you lose your boat, you lose your profession, you lose even the oar, and finally you have to walk with a rope to hang yourself. That's not what the Bible says. സദൃശ്യ 8:20. Chapter 8 and verse 20. എന്നെ സ്നേഹിക്കുന്നവർക്ക് വസ്തുവക അവകാശമായി കൊടുക്കുകയും അവരുടെ ഭണ്ഡാരങ്ങളെ നിറയ്ക്കുകയും ചെയ്യേണ്ടത്. I will fill their barns to overflowing, and their treasure house will be full if you believe on me, says the Lord. സ്നേഹിക്കുന്നവർക്ക് കിട്ടുമെന്ന്. Those who love the Lord will receive it. ഇത്രയും നാളും ദാരിദ്ര്യവും തകർച്ചയും ഇത് മാത്രമല്ല പ്രസംഗകരും പ്രസംഗിച്ച് കേൾപ്പിച്ചേക്കുന്നത്. തിരിച്ചു പറഞ്ഞു തുടങ്ങുകയാണ്, സ്നേഹിക്കുന്നവർക്ക് കിട്ടുമെന്ന്. അടുത്തിരിക്കുന്ന ആളെ തൊട്ടിട്ടൊന്ന് പറഞ്ഞാട്ടെ, സ്നേഹിക്കുന്നവർക്ക് ഇത് കിട്ടുമെന്ന്. Those who love the Lord will fill their treasuries with the goodness of God. Tell your neighbor, God is filling up my bank account. God is filling up my treasury. ഇപ്പോഴും മുഖം തെളിഞ്ഞിട്ടില്ല. Still there are people not even have a smile on your യോബിന്റെ കൂട്ടുള്ള കഷ്ടതയാ പ്രിയപ്പെട്ടവരെ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ദൈവം തന്നതാണ്, ദൈവം എടുത്ത്. ഇത് പറയുമ്പോൾ നമുക്കൊരു പ്രത്യേക എനർജിയാണ്. യോബിന്റെ കഷ്ടത 9 മാസമേ ഉള്ളൂ. അത് 140 വർഷം ജീവിച്ചിരുന്നപ്പോൾ 9 മാസം. 60 വയസ്സ് ജീവിച്ചിരിക്കുന്നവന് എത്ര 2 ആഴ്ച കൂടുതൽ പോലും അത് പിടിക്കരുത്. 80 വയസ്സ് ജീവിച്ചിട്ട് കണക്ക് വെച്ചിട്ട് പറ, അവൻ 9 നിൽക്കാവോ? യോബ് അത്രയും വന്നുള്ളെന്ന്, അതും വന്നുള്ളെന്ന് പറഞ്ഞാൽ പോരാ, മൊത്തം തിരിച്ചെടുക്കുകയും ചെയ്തു ഇരട്ടിയായിട്ട്. Double measure. If you are troubled at all, like Job, your trouble cannot last for definitely 9 months. If you're going to live 60, the length of your trouble should be less than 6 months. You got to believe in that word and you will get back everything you lost. എന്നെ സ്നേഹിക്കുന്നവർക്ക് അവൻ ചിലത് തരാൻ പോവുകയാണ്. Those who love me, I will സ്നേഹിക്കുന്നവർക്ക് വസ്തുവക അവകാശമായി കൊടുക്കും. I will grant an inheritance to those who love me and fill their treasury. നിന്നോടുള്ള അവന്റെ സ്നേഹത്തിന്റെ പ്രദർശനം, the manifestation, അടയാളമായി വെളിപ്പെടുന്ന വർഷമായിരിക്കും. The proof of God's love for you will be revealed this year in this way. Wow! Shabana Ragana Sadhana Prabha. എന്തെങ്കിലും ഒന്ന് പ്രഖ്യാപിച്ചോ, വായകൾ തുറന്ന്. Speak it over your life. Confess it over your body. Confess it over your treasury. I am going to have more than enough because I love God. Whoa! Hallelujah. 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 ഈ ആത്മീയ അന്തരീക്ഷത്തിൽ പറയുന്ന വാചകങ്ങൾ പ്രഖ്യാപിക്കുന്നത് ദൈവം സീൽ ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. If you will confess anything in the realm of the spirit, this I believe God is putting his stamp of approval on it.
നിങ്ങൾ ബൈബിൾ വായിച്ചിട്ടുണ്ട്, പഴയ നിയമത്തിൽ റാഹേൽ എന്ന് പറഞ്ഞൊരു പെണ്ണ്, അവൾക്ക് കുഞ്ഞുങ്ങളില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ദൈവം ഒരു തലമുറയെ കൊടുത്തു. പേര് ഒത്തിരി കാത്തിരിപ്പിന് ശേഷം കൊടുത്തു. പേര് ജോസഫ്. Rachel in the Bible didn't have children. She was barren, but the Lord opened her womb and she called that son Joseph. കൊച്ചങ്ങോട്ട് ജനിക്കുമ്പോൾ ഒരു പേര് അങ്ങോട്ട് കൊടുത്ത പേര് ദൈവം കൂട്ടിച്ചേർക്കും. The meaning of the word Joseph is God will add. ദൈവം ഒന്നുകൂടെ ആഡ് ചെയ്യും. God added one more to Joseph. എന്താണോ പ്രഖ്യാപിച്ചത് അത് തന്നെ സംഭവിക്കും. Whatever you speak is what's going to happen. കൊച്ചുങ്ങളില്ലാത്ത ഈ റാഹേലെ വിളിച്ചു പറയുകയാണ്, ദൈവം തന്ന കൊച്ചിനെ നോക്കിക്കൊണ്ട് ദൈവം ഒന്നുകൂടെ ആഡ് ചെയ്യും, ഒന്നുകൂടെ തരും. Looking at Joseph, Rachel who was barren said, God will add one more, and God did exactly that. She got one more child. ഈ ആത്മീയ തലത്തിൽ നിന്ന് പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനങ്ങൾ ദൈവം അതിനെ സീൽ ചെയ്യും. ദൈവം whatever you speak for in the spiritual environment, God will make it come to pass. റാഹേൽ പ്രഖ്യാപിച്ചു, ദൈവം ഒന്നുകൂടെ തരും. Rachel confessed it, she proclaimed it, and God added one more. God added one more child to him. കൊടുത്തു. അടുത്തതിനെ പെട്ടെന്ന് ബെഞ്ചമിൻ. കാര്യം എവള് പറഞ്ഞപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുള്ളൂ. ഇതിനെ ഇച്ചൂടെ നമ്പർ കൂട്ടി പറഞ്ഞാൽ അതുപോലെ ദൈവം ചെയ്തേനെ. Rachel only said, Lord will add ബെഞ്ചമിന്റെ ജനനത്തോടെ തീരുകയാണ് റാഹേൽ. And when the birth of Benjamin, Rachel's life ended. ഞാൻ ഇതിനൊക്കെ തിരിക്കുന്ന ചിലരോട് പ്രവചിച്ചു പറയുകയാണ്, ഈ അന്തരീക്ഷത്തിൽ ഇത് കൊള്ളാമോ കേൾക്കാമോ കൊള്ളാമോ ഈ മൂഡിൽ ഇരുന്ന് ഇതിനെ അടിച്ചു കളയാതെ ഇതിനൊക്കെ തിരുന്നോണ്ട് സ്നേഹിക്കുന്നവർക്ക് നിങ്ങൾ പറ. ആദ്യത്തെ അപ്പോസ്തലനെ നിയോഗം ഏൽപ്പിക്കുമ്പോൾ ഒറ്റ ക്വസ്റ്റ്യനാണ് ചോദിച്ചത്, നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നു. സ്നേഹിക്കുന്നെങ്കിൽ ഇപ്പോൾ ഈ മുഴുവൻ സംവിധാനത്തെ നിന്റെ കയ്യിലോട്ട് തരികയാണ്. എന്റെ ആടിനെ പോയി മേയിക്കുക. God asked the question to Peter, do you love me? If you love him, say, this is mine. ഇതിനൊക്കെ തിരിക്കുന്ന ചിലരോട് സ്നേഹിക്കുന്നവർക്ക് അവൻ ഇത് തരുമെന്നാണ് ബൈബിൾ പറയുന്നത്. The Bible says the Lord will fill your treasury if you love him. സ്നേഹിക്കുന്നവർ ഉള്ളതും വിറ്റോണ്ട് നാട് വിടുവെന്നല്ല. The Lord is not going to make you. ഞാൻ ഇതിനൊക്കെ തിരിക്കുന്ന ചിലരോട് ഇപ്പൊ പ്രവചിക്കുവാണ്. I am prophesying to you. I prophesy. തിരിച്ചു പിടിക്കാൻ പോകുകയാണ്. You're going to take it back. തിരിച്ചു പിടിക്കാൻ പോകുകയാണ്. You're going to take it back. എന്നെ കൊണ്ട് ഇതുപോലെ സമ്മതിക്കുന്നവർ എല്ലാ ഇതിനെതിരെയുള്ള സംവിധാനങ്ങളും തല കയറിയത് പൊളിഞ്ഞു പോകട്ടെ. Everything that opposes what God has in store for you, let it break off of your life right now. സ്നേഹിക്കുന്നവർക്ക് അവൻ അത് തരാൻ പോകുകയാണ്. Those who love him, God will give. Yay! ശബന ഹർതല ജോഡദന പ്രഭാൻ. സ്നേഹിക്കുന്നവർക്ക് അത് തരും. Those who love him, he will give it surely. എല്ലാ പ്രവാചകന്മാരും പ്രവചിച്ചത് മറന്നാലും, even if you forget everything every prophet has ever spoken over you, ഞാൻ പറയുന്ന ഈ വാക്യത്തെ എന്താ പറയുന്നത്, ഈ ഏതൊരു ഈ ഒരു മൃഗമുണ്ടല്ലോ ഈ കയറി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വിടാത്ത ഉടുമ്പ് പിടിക്കുന്ന പോലെ ഈ വാക്യത്തെ കയറി പിടിക്കണം. Hold on to it like a Baptist. Whatever you hold on to this word. ഇവിടുന്ന് പിടിയെടുപ്പിക്കാൻ വേണ്ടി പല ക്ലാസ്സുകൾ പറയുന്നവർ ഉണ്ടാവും. അതൊന്നും കേൾക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യരുത്. ഉടുമ്പ് പിടിക്കുന്ന പോലെ പിടിക്കണം. ബൈബിളാണ് നമ്മൾ വിശ്വസിക്കുന്നത്. To any prophet, any preaching, just hold on to this word. Oh. ഈ നമുക്ക് ഓപ്പോസിറ്റ് അടിക്കുന്ന കുറെ വാക്യങ്ങളുണ്ട്, പ്രശ്നമുണ്ട്. There are many words that are contrary to this word. I know. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷം. Godliness with contentment is great gain. You've heard that. മൂല കാരണമല്ലോ. Oh, isn't that what you heard? ഞാൻ വേറൊരു വാക്യം പരിചയപ്പെടുത്താം. Let me tell you another word. ഇനി ഞാനല്ല, it's not I who live, ഇനി ക്രിസ്തുവാണ്, but Christ lives in me. അതിന് ആ വാക്യത്തെ എങ്ങനെ വ്യാഖ്യാനിക്കും? And do you know how you can interpret ഇനി that ഞാനല്ലെന്ന് voice? പറയുമ്പോൾ ഈ ഞാനെ ഞാൻ കൊല്ലാനാണോ ഇതിന്റെ അർത്ഥം? It means this me that I am, I have to kill it.
കാര്യം ഇനി ക്രിസ്തുവാണ് പിന്നെ എൻ്റെ ആവശ്യമില്ലല്ലോ. If there is only Christ who lives in me, what is the need for this, അവിടെ for me, for my hand and my legs? ഭാവത്തെ കളയാനാണ്. And it is about your nature that you have to throw away. ദ്രവ്യാഗ്രഹത്തിന്റെ എന്താ പറയുക, ഈ തെറ്റായ മാർഗത്തിലൂടെ എടുക്കുക എന്നുള്ള ആഗ്രഹത്തെ കളയാനല്ല. ദ്രവ്യമല്ല പ്രശ്നം, അതിനകത്തെ ആഗ്രഹത്തെ ഈ എങ്ങനെയും എടുക്കുക എന്നുള്ള ആഗ്രഹത്തെ കളയുക. You have to take away that desire within you which is contrary to God's design for you. That is the meaning of that verse. ഒരിക്കൽ സോദോം രാജാവല്ലേ, സോദോം രാജാവ് The king of Sodom came to Abraham one day. വന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ ഒന്ന് ബ്ലസ് ചെയ്യാൻ പോവുകയാണ്. പുള്ളി പറഞ്ഞു, എൻ്റെ പൊന്നച്ച, നിൻ്റെ ഒരു ചെരുപ്പിൻ്റെ വാറ് പോലും എനിക്ക് വേണ്ട. കാരണം ഇത് യഹോവയെ അനുഗ്രഹിച്ചിട്ടോ കിട്ടിയാൽ മതി, അല്ല നീ അനുഗ്രഹിച്ചാണ് ഇതെല്ലാം വന്നതെന്ന് പറയാൻ ഇടവരരുത്. ഇതിനകത്തിരിക്കുന്ന ചിലരോട് സമ്പത്തിനകത്ത് കുഴപ്പമില്ല, തെറ്റായ മാർഗത്തിലൂടെ ഉള്ളത് കളിപ്പിച്ചും ചതിച്ചും പിടിച്ചെടുത്തും ഇങ്ങനത്തേതാണ് കർത്താവ് ഇതിനകത്ത് ആ ലിസ്റ്റിലിട്ടേക്കുന്നത്. ബൈബിള് പറയുന്നു യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്ത് ഉണ്ടാകുന്നത്. The blessing of the Lord, it maketh rich. The king of Sodom will try to give you something. Abraham didn't even want the way of his footstrap, because God is the one who makes Abraham rich. യഹോവ, എല്ലാവരും പറഞ്ഞാട്ടെ, യഹോവയുടെ അനുഗ്രഹത്താൽ The blessing of the Lord സമ്പത്ത് ഉണ്ടാകും. would maketh rich. എന്നുവെച്ചാൽ നിന്റെ അധ്വാനത്തിന്റെ പുറത്ത് ദൈവത്തിന്റെ അനുഗ്രഹം വന്നാൽ, if the blessing of the Lord comes on your labor, അതിനോട് ചേർന്ന് പറയുകയാണ് അടുത്ത അതിനോട് ചേർന്ന് വെച്ചേക്കുന്ന വാക്യം, അതിനോട് കൂടെ ഇംഗ്ലീഷിൽ നോക്കിക്കോ, ഈ ദുഃഖം ആഡ് ചെയ്യാത്തത് ദൈവം തരുമെന്ന്. God will give you something where there is no sorrow at all. യഹോവയുടെ അനുഗ്രഹത്താൽ അത് ഉണ്ടാകുമെന്ന്. It will happen because of the blessing of the Lord Jehovah. പഴയ നിയമത്തിലെ ഗോത്രത്തോട് എനിക്ക് തോന്നുന്നു യഹൂദ ഗോത്രത്തോടാണെന്ന് തോന്നുന്നു പറയുന്നത്, And it seems like God is telling the tribe സമ്പത്തുണ്ടാകാൻ of Judah, ബലം തരുന്നത് യഹോവയല്ലോ. it is the Lord who makes you rich to make wealth. God gives you the ability to make wealth. നിന്റെ അധ്വാനത്തിന്റെ പുറത്ത് അവന്റെ അനുഗ്രഹത്തിന്റെ ഒരു സ്പർശനം ഉണ്ടാവും. Behind your effort there will be a blessing to get wealth. ദുഃഖം കലരാത്തത് തരുമെന്ന്. He will give you wealth without any trouble or sadness. ഡാമേജ് ഉണ്ടാക്കാത്തത് ദൈവം നിന്റെ കയ്യിൽ തരും. Something that will not be decreased or deteriorate. ഇതിനകത്തിരിക്കുന്ന കുടുംബങ്ങളെ നോക്കി ഞാൻ പ്രവചിക്കുകയാണ്, I prophesy to the ഈ families അഭിഷേകത്തിന്റെ കീഴിൽ നിൽക്കുന്ന സകല കുടുംബങ്ങളുടെ മേലും under the anointing of this house, ദുഃഖം കലരാത്ത ദൈവിക സമൃദ്ധിയെ ദൈവം വെക്കട്ടെ. an abundance that is without sorrow may the Lord place on your head. കരം അടിക്കുന്ന നല്ലപോലെ You അടിച്ച want to clap? Come on, clap your hands. Hallelujah. Glory to God. ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പറയാറുള്ളത് എങ്കിലും I often repeat it now and then. ഒരു പ്രവാചക ശിഷ്യൻ, A disciple of the prophet. പുള്ളി മിനിസ്ട്രി ചെയ്തു. പുള്ളിയുടെ മിനിസ്ട്രിയിൽ എനിക്കൊന്ന് ഇയ്യോബിനെ പിടിച്ച ആളാണോ എന്ന് എനിക്കൊരു സംശയം. കാരണം പുള്ളിയുടെ മിനിസ്ട്രി കഴിഞ്ഞപ്പോൾ വീട് മൊത്തം കടത്തിലായിപ്പോയി. Because after his ministry, this disciple of the prophet went into debt and his house was taken away. വീട് മൊത്തം കടത്തിലായി. His house was mortgaged in debt. പുള്ളി മരിച്ചും പോയി. And he died. പുള്ളി വരുത്താവുന്ന കടമെല്ലാം വരുത്തി വെച്ചിട്ട് And all the debts that he accumulated, and he died after that. പുള്ളി മരിച്ചുപോയി. Without paying it back. പുള്ളി സ്വർഗത്തിൽ ആള് പോയി. He went to heaven all right. ഈ കടവും സ്വർഗവും തമ്മിൽ ബന്ധമില്ല. But you know there is no connection between debt and heaven. പക്ഷേ ഒരു പ്രശ്നം, ഇദ്ദേഹത്തിന്റെ മിനിസ്ട്രി കാരണം വീട്ടുകാരെ മുഴുവൻ നാട്ടുകാർ ജപ്തിക്ക് വെച്ചേക്കുകയാണ്. And those debtor took hold of his family after he died. ഈ പിള്ളാരെയും ഭാര്യയൊക്കെ പിടിക്കാൻ ആള് വന്നു. And the people to collect the debts came to pick up his wife and their children. അന്നേരം ഓടി ഏലീശയുടെ അടുത്തേക്ക് ഈ ഭാര്യയും പിള്ളാരോട് And ചെന്നിട്ട് his wife and children run to Elisha. എന്നിട്ട് ചെന്ന് പറയുക, 2 രാജാക്കന്മാർ 4
In 2 Kings chapter 4, ഈ ചെന്ന് പറയുകയാണ്, he went and complains to Elisha. യജമാനനെ, എന്റെ ഭർത്താവ് നിന്റെ ദാസനായിരുന്നു, നിന്റെ ബന്ധുവോ ദാസനായിരുന്നു. Disciple. Oh master, my husband who is now dead was your നിന്റെ disciple. ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി. Your servant, my husband is dead. നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നെന്ന് നിനക്കറിയാമോ? And you know that your servant did fear the Lord. നല്ല ഭക്തനായിരുന്നു, He feared the Lord. പക്ഷെ വീട്ടിൽ കടമാണ്. But the creditor has come to take away my കാരണം home. എന്താന്ന് ചോദിച്ചാൽ, ഏത് ഏരിയയിൽ വെളിച്ചമുണ്ടോ അവിടെ മാത്രമേ ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാൻ The പറ്റൂ. reason is ഭക്തിയും യഹോവ ഭക്തിയും ഇതും തമ്മിൽ ബന്ധമില്ല. കാരണം വെളിച്ചം ഏത് ഏരിയയിൽ ഉദിക്കുന്നോ അവിടെ മാത്രമേ ദൈവത്തിന് പോലും എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. it is not a matter that you fear the Lord, because if you don't have revelation in that area, you're going to be bound right there. ഇദ്ദേഹം യഹോവ ഭക്തനായിരുന്നു, പക്ഷേ ഇപ്പോൾ കടക്കാർ എന്റെ രണ്ട് മക്കളെയും പിടിച്ച് അടിമകളാക്കാൻ വന്നിരിക്കുന്നു. ജപ്തിയാ സാധനം. This man was God fearing, but the creditor has now come to take away his sons as bondsmen. Oh, what a tragedy. വീട്ടിൽ ജപ്തി നടക്കുക. അതും ഭക്തിക്കുറവ് കൊണ്ടല്ല ജപ്തി നടക്കുന്നത്, അറിവില്ലായ്മ കൊണ്ടാണ്. The house is mortgaged, but that is not because he did not fear the Lord. He feared the Lord. ആള് ഭക്തനാണ്, He is a God-fearing man, all right. പക്ഷെ ഈ ഏരിയ അറിയത്തില്ല. But in this area, he was ignorant. He didn't know. സത്യത്തിൽ ഇത് ഈ കടം ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നെങ്കിൽ ഏലീശ പറയേണ്ടത് എന്തുവാണ്? If this was the plan of God that he should lose everything, what should Elisha have answered him? ഏലീശ ഇങ്ങനായിരുന്നു പറയേണ്ടത്. Elisha should have said, മകളെ നിനക്കറിയത്തില്ലയോ, oh my dear daughter, don't you know these things? കർത്താവിനെ സേവിക്കുന്നവർക്കെല്ലാം കടം. Those who serve the Lord, they are supposed to be in great financial trouble. ഇത് സുഖമുള്ള ഒരു വേലയല്ല. This is not a job where you can have a cushy life ഇത് at എന്തോ all. പട്ടുമെത്തയല്ലെന്ന് നിനക്ക് അറിയത്തില്ലയോ? Don't know that there will be starving and starvation if you ഇറങ്ങുന്ന serve the Lord. എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് ഇത്. It happens to everybody, my dear. ഇത് നിന്റെ പിള്ളേരെ ജപ്തി ചെയ്യുന്ന അതൊന്നും വലിയ കാര്യമല്ല, അതൊക്കെ ദൈവഹിതമാണ്. Don't worry too much about your sons going away as bondsmen. This is the will of God. അത് ദൈവ പദ്ധതിയായി ഏറ്റെടുത്ത് Take it അടിമയായി up as the പോകുക. Lord's will and submit to him. അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു എനിക്കറിയാം. I know if this is a person who prays, that's how he would pray. ഇങ്ങനല്ലേ പറയണ്ടേ? This is not how Elisha answered. ഏലീശ പറയുന്നത് ഇതല്ല. Elisha said something. ഭർത്താവ് സ്വർഗത്തിലുണ്ട്, ആ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, ഇപ്പോൾ നിന്റെ കയ്യിൽ എന്തോ ഉണ്ട്. He let that matter of your husband being in heaven be aside. What do you have in your hand? ഇതും കൊണ്ട് ആശ്വസിച്ചോളാനല്ല പറഞ്ഞത്, ഈ കടം കൊണ്ട് ആശ്വസിച്ചോളാനല്ല. നിന്റെ കയ്യിലുള്ളതിനകത്ത് ഒരു വലിയ വർധനവ് നടക്കാൻ He is പോകുകയാണ്. not telling to reconcile with what he has or doesn't have. Elisha wants to know what is in your hand. പാത്രം കുറഞ്ഞു പോകരുത്. Let not the vessel be lessened in quantity. നിന്റെ വീട്ടിനകത്ത് ജപ്തി ക്യാൻസൽ ആകാൻ പോകുകയാണ്. The mortgage in your house is going to be cancelled. ഞാൻ ആരോടൊക്കെയോ ഇതിനകത്ത് പ്രവചിക്കുകയാണ്. I am speaking to somebody. എന്നെ കേൾക്കുന്ന ചിലരോട് പ്രവചിക്കുക. If you are hearing me, I am speaking to you. പാത്രം കുറഞ്ഞു പോകരുത്. നിന്റെ വീട്ടിനകത്ത് പിടിച്ചോണ്ട് പോകാൻ വന്നതിനെ ക്യാൻസൽ ആക്കാൻ പോകുകയാണ്. Your vessel is not going to lessen in quantity. Whoever has come to take away your children are going to go back empty-handed. ഇന്ന് പകലിൽ ഇത് സമ്മതിക്കുന്നവർ, വിശ്വസിക്കുന്നവർ, If you believe it this morning, എനിക്ക് ആ ഏരിയയിൽ വെളിച്ചം വേണമെന്ന് ദൈവത്തോട് if you ചോദിക്കുന്നവർ, ask God, God give me light in this area. നാലാമത്തെ വാക്യം, താഴോട്ടുള്ള വാക്യങ്ങൾ. ഇന്ന് പകലിൽ ചിലർക്ക് നീയും നിന്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച് പാത്രങ്ങളിലേക്ക് പകർന്നു നിറഞ്ഞ് ഒരു ഭാഗത്തേക്ക് മാറ്റിവെക്കുക എന്ന് പറഞ്ഞു. അവനെ വിട്ട് ചെന്ന് തൻ്റെ മക്കളോടുകൂടെ അകത്ത് ചെന്നു, വാതിലടച്ചു. അവളുടെ അടുക്കൽ പാത്രങ്ങളെ വെച്ച് കൊടുക്കുകയും അവൾ പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തൻ്റെ മകനോട് ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൻ അവളോട് പാത്രം ഒന്നുമില്ല എന്ന് പറഞ്ഞു വിട്ടതാ, കുറയരുന്ന്. കാരണം ഇല്ല, ഭർത്താവിൻ്റെ ഭാര്യയില്ലേ. Yes. This lady took the vessels inside the house, filled it up with oil, and
any more vessels was not there. He knows how to borrow vessels. അത്ഭുതം നടക്കുമെന്ന് പറഞ്ഞാൽ പുള്ളി അല്ലേ 10-50 വർഷം പുള്ളിയുടെ കൂടെ ജീവിച്ചല്ലേ, പോയി 100 വെള്ളിയുടെ പാത്രം എടുത്തോണ്ട് വരും. പ്രത്യേകം പറഞ്ഞു, കുറഞ്ഞു പോകരുത്, അവന്റെ വിഷനെ പിടിക്കരുത്, അതൊക്കെ ചാലരുത്, കുറഞ്ഞു പോകരുത്. ഇതിനകത്തിരിക്കുന്ന ചിലരോട് പറയാ, നിന്റെ തലയിൽ കർത്താവിനെ കുറിച്ചുള്ള പദ്ധതികൾ, സമൃദ്ധിയുടെ ചിന്തകൾ കുറഞ്ഞു പോകരുത്, ചെറുതായി പിടിക്കരുത്, ചെറിയ കേസ് പിടിക്കരുത്. എത്രത്തോളം വലുതാക്കാമോ അത്രത്തോളം. As you can make your vision, make it large. അവൻ എപ്പോഴാണ് എണ്ണ നിന്നത്, അവൻ പാത്രം ഇല്ലെന്ന് പറഞ്ഞു, അപ്പോൾ എണ്ണ നിന്നുപോയി. When they said there is no more vessel, the oil stayed. Verse 7. അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു. ഭയങ്കര ഭക്തരായവർ, കാരണം അത്രയും വലിയ അത്ഭുതം നടന്നപ്പോഴും എണ്ണ അവിടെ വെച്ചിട്ട് ഓടിച്ചെന്ന് എന്ത് അക്കൗണ്ടബിൾ ആണെന്ന് നോക്കും. കൊടുത്തെന്നല്ല, ഓടിച്ചെന്നിട്ട് പറഞ്ഞു സംഭവം നടന്നു, വീട്ടിനകത്ത് കാശിനുള്ള വകുപ്പായിട്ടുണ്ട്, ഇനി എന്തോ ചെയ്യേണ്ടി. കാരണം ഇതിനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഈ ഭർത്താവ് പഠിപ്പിച്ചിട്ടില്ല. ഇതെല്ലാം കണ്ടപ്പോൾ എന്തോ ചെയ്യണമെന്ന് അന്നേരം ഓടി ചെല്ലുകയാണ്. ചിലരോട് പറയാം, she didn't know what to do. She ran to the prophet because her husband has not taught her. She went and asked the prophet, what shall I do with this oil? നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടുക. Go sell the oil and pay your debt. എല്ലാവരോടും പറയാനുള്ള ദൂത് ഇതാണ്. I am going to tell you this message today. സമൃദ്ധി നടക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത്, the first thing you will do, 10 സെന്റ് സ്ഥലം മേടിക്കുമല്ല, ആദ്യം കടം വീട്ടുക. Before you buy a land for your house, release yourself from your debt. അന്നേരം എനിക്കൊരു പ്രവചനം പോലെ തോന്നുന്നുണ്ട്. അടുത്തിരിക്കുന്ന കയ്യിലൊന്ന് പിടിച്ചിട്ട് പറ, ആദ്യം കടം വീട്ടുക. Prophecy, take the hand of your neighbor and say, get out of debt. 500 രൂപയുള്ളെങ്കിലും 100 രൂപയുള്ളെങ്കിലും കടം വീട്ടുക. Whether you have 100 rupee or a 500 rupee, get out of debt. ദൈവം സമൃദ്ധിയെ തരും, ആദ്യം കടം വീട്ടുക. God is a God of abundance, but get out of debt. ബാക്കിയുള്ളത് കൊണ്ട്, ശേഷിച്ചത് കൊണ്ട് ഉപജീവനം നടത്തുക. And after that, after the proceeds of your sale, live your life. ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിൾ ആണിത്. This is the principle of the kingdom of God. ശേഷിപ്പ്, abundance. നിനക്ക് കടം വീട്ടാൻ വേണ്ടി മാത്രം ഉള്ളതല്ല തരുന്നത്. God is not just going to release you from your debt, my brother. ഇത് ശേഷിപ്പിന്റെ രാജ്യമാണ്. This is where you will have abundance and overflow. 2023 നീ ഇങ്ങനത്തെ ശേഷിപ്പ് കാണാൻ പോകുകയാണ്. 2023 you're going to see leftover and overflowing. ശേഷിപ്പ് കാണാൻ പോകുകയാണ്. Overflowing is what you want to see. ശേഷിപ്പ് ദൈവം തരാൻ പോകുകയാണ്. Leftover. 5 അപ്പവും 2 മീനും 5 loaves and 2 fishes. 5000 പുരുഷന്മാർ കഴിച്ച ശേഷം 12 കൊട്ട ശേഷിപ്പിച്ച ദൈവം. 12 baskets left over. നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത, ഈ ഇവിടെയുള്ള ബാങ്കുകാർക്കും ഇവിടെയുള്ള പലിശക്കാർക്കൊക്കെ കണക്ക് തെറ്റും. കാര്യം കടം വീട്ടാൻ തന്നാൽ കൃത്യമേ തരത്തുള്ളൂ. നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത, എനിക്ക് കർത്താവിനെ മനസ്സിലായത്, നമ്മുടെ കർത്താവിന് കണക്കറിയത്തില്ല നമ്മളോടുള്ള വിഷയത്തിൽ. സീരിയസ് ആയി എനിക്കറിയില്ല, നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല, ദൈവത്തിന് കണക്ക് തെറ്റും. The bankers are very good in calculating interest and working out the calculation, but as far as you as a child of God is concerned, God doesn't know calculation. എനിക്കറിയത്തില്ല, എനിക്ക് മാത്രമാണോ എന്ന് എനിക്കറിയില്ല. It's theologically correct. എന്നോട് മാത്രമാണോ എന്ന് എനിക്കറിയത്തില്ല. ഇപ്പൊ ഞാൻ എനിക്ക് അനുഭവിച്ചതല്ലേ പറയാൻ പറ്റും. നമ്മുടെ കർത്താവിന് ശരിക്കും കണക്കറിയില്ല. Our Lord really is not very smart in that calculation. ഒന്നുകൂടെ പറയാം, നമ്മുടെ കർത്താവിനെ ശരിക്ക് ഇതിനെ തെറ്റായിട്ട് എടുക്കരുത്. നമ്മുടെ കർത്താവിന് അവന്റെ മക്കളോടുള്ള വിഷയത്തിൽ as far as his children are concerned, God is not too careful with his കണക്കറിയത്തില്ല. He doesn't actually mind the smart calculation. 10 ആണ് ആവശ്യമെങ്കിൽ if you want 10, 20 വെക്കുന്ന ആളാണ്. He is a man who will give you 20 minimum. കണക്കറിയാത്ത ആളാണ്. He doesn't want to calculate and find. മാത്തമാറ്റിക്സ് ശരിക്കും അവൻ അറിയത്തില്ല. He doesn't know this arithmetic and mathematics. എൻ്റെ കൂടെ അത് വിശ്വസിക്കുന്നവര് സമ്മതിക്കുന്നവര് ഈ സീസണിൽ in this season അത് തന്നെ ദൈവം കാണും. That is what's going to happen.
നിങ്ങൾ പകർച്ചകളിൽ വിശ്വസിക്കുന്നെങ്കിൽ അത് തന്നെ if you believe it, ഇവിടെ പകരാൻ പോകുകയാണ്. it is going to receive in your life. അവന് കണക്കറിയില്ല. He doesn't know how to calculate fine. ഇനി ആരൊക്കെ പറഞ്ഞാലും എന്റെ അനുഭവം എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ, അവന് കണക്കറിയത്തില്ല. I have tasted in my own life. He does not mind to do this fine calculation. ഈ രണ്ട് രാജാക്കന്മാർ, Second Kings, ഒരു പ്രവചന a prophecy. വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ I പോകും. want to pray after a prophetic word. പത്രമേശയിലേക്ക് പോകുകയാണ്. രണ്ട് രാജാക്കന്മാർ, Second Kings, 3-ാം അധ്യായം chapter 3, 17-ാമത്തെ വാക്യം. verse 17. Second Kings, chapter 3, verse 17. നിങ്ങൾ കാറ്റ് കാണുകയില്ല, You will not see the wind, മഴയും കാണുകയില്ല, not see the rain. എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് ദൈവം പറഞ്ഞു നിറയ്ക്കുമെന്ന്. But that stream bed shall be filled with water, so that you shall drink, you and your livestock and your animals. The Lord said, I will fill that dry river bed. എല്ലാവരും പറഞ്ഞു നിറയ്ക്കും. God, let everybody say, it will fill up. കാറ്റും കാണത്തില്ല, മഴയും കാണത്തില്ല, No wind, no rain. എന്നാലും അത് നിറയ്ക്കാൻ പോകും. താഴ്വര വെള്ളം കൊണ്ട് നിറയും. But this valley will be filled with water. ഇതൊരു അത്ഭുതമല്ലേ? Is it not a miracle? ആണ്. ഈ വാക്യം അല്ല എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയേ. But I did not actually be so 18-ാമത്തെ വാക്യം. surprised. I go to verse 18. ഇത് പോരാ എന്ന് യഹോവയ്ക്ക് തോന്നി. The Lord, for it was a light thing. It was something so simple. അവന് വേണ്ടി ഇത്രയും ചെയ്താ പോരാ എന്ന് ദൈവത്തിന് തോന്നി. God felt it's not enough. I just fill that place with water. ദൈവത്തിന് കണക്ക് തെറ്റാൻ പോകുകയാണ്. You know, God is going to do something. ദൈവത്തിന് തോന്നുവാണ് ഇത് പോരാ എന്ന് തോന്നുവാണ്. If God feels this is not enough, നിന്നോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് 2023 തോന്നണം. because He loves ഇത് you, പോരാ എന്ന് തോന്നണം. this is not enough. ഇത് പോരാ എന്ന് തോന്നിയിട്ട് അവൻ മോവാബിനെയും നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. He will give you some more in your hand. ഇത് പോരാന്ന് നിനക്ക് തോന്നുവല്ല, നിനക്ക് തരുന്ന ദൈവത്തിന് തോന്നും. It's not about you, it's the God who loves you. Thinks this is very little. കരം അടിക്കുവാന്ന് നല്ല പോലെ If you want to clap your hands, clap it aloud. എന്റെ ദൈവത്തിന് ഇത് പോരാന്ന് തോന്നും. My God will feel this is a light thing at all. ഇത് പോരാന്ന് തോന്നും. എല്ലാവരും ഒന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച ഇത് പോരാന്ന് ദൈവത്തിന് തോന്നും. Tell God, this is not a light ഇത് thing. ചെറുതായി പോയെന്ന് This is തോന്നും. a light thing. This നിനക്ക് is a ചെയ്തു light തന്നത് thing. ചെറുതായി This പോയെന്ന് is a തോന്നും. light thing. Say it നിനക്ക് aloud. വേണ്ടിയുള്ളത് ചെറുതായി പോയെന്ന് He ദൈവത്തിന് wants to തോന്നും. do something much bigger. ഇത് പോരാന്ന് ദൈവത്തിന് തോന്നും. It will seem to the Lord that this is a light thing. ഇത് വാങ്ങിച്ചവർക്കല്ല ദൈവത്തിന് തോന്നട്ടെ. It is not about those who took the debt, ഞാൻ but let it ഇതിനകത്ത് be unto the ഈ Lord. ആത്മീയ അന്തരീക്ഷത്തിൽ ഇന്ന് ഈ വചനം ഇത് പോരാ എന്ന് യഹോവയ്ക്ക് തോന്നാൻ പോകുകയാണ്. I want to say, in this atmosphere, it will appear to the Lord. This is a light thing. അത് ദൈവത്തിന് തോന്നും. It will appear to the Lord like that. ഇത് പോരാ എന്ന് തോന്നും. God will look like it is അടുത്തിരിക്കുന്ന ആളെ light. തോന്നുന്നു കയ്യിലൊന്ന് പിടിച്ചിട്ട് പറ നിന്റെ ഡാഡിക്ക് നിനക്ക് ചെയ്തത് പോരാന്ന് Take the തോന്നി. hand of your neighbor and say, this is not enough. This is a light thing. There is more. ഓൺലൈനിൽ ഞങ്ങളെ കാണുന്നവർ Those who are watching us online, കാറ്റ് കാണുകയില്ല, മഴകോള് you will ഒന്നും not see the wind കാണത്തില്ല. or the rain. ആ താഴ്വര നിറയ്ക്കും. നിറച്ചത് That stream will be മാത്രമല്ല filled, and അത് then it is പോരാന്ന് അവനങ്ങ് തോന്നും. It will seem that it is a light thing for God. Wow! ഈ വചനത്തെ വിശ്വസിക്കുന്നുവോ? If you believe in this word, ഇത് വിശ്വസിക്കുന്നുവോ? if you believe in this word, ഇത് ബോണസ് ബ്ലെസ്സിംഗ് ആണ്. this is a boundless blessing. ബോണസ് ആയിട്ടുള്ള ബ്ലെസ്സിംഗ് ആണ്. This is a blessing that is and beyond like a bonus. വലിയ വലിയ കമ്പനികൾ അവരുടെ സ്റ്റാഫിന് ബോണസ് കൊടുക്കുന്ന കണ്ടിട്ടുണ്ടോ? Have you seen staff being blessed with bonus in big companies? ഇതേണ്ട ഇവിടെ അതിനേക്കാൾ വലിയ ബോണസ് ലഭിക്കും. ഇത് പോരാന്ന് അവനൊക്കെ തോന്നും. You will get more here and it will appear to the Lord. കരം അടിച്ചോ ശബ്ദം ഉയർത്തിയോ ദൈവത്തെ If you സ്തുതിച്ചാൽ raise your voice and clap your hand and say